നമസ്കാരം. ശേഖർ സ്പീക്കിംഗ് ഫോർ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ സ്വാസ്ഥ്യത്തെ പറ്റി നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളെപ്പറ്റി കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം ടൈം മാനേജ്മെൻറ്റ് പറഞ്ഞു. അതിൽ മനസ്സിനെ പിടിച്ചു നിർത്തുന്നതിനെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ നിങ്ങൾ ഓർമ്മ വയ്ക്കുന്നുണ്ടാവും, നാം ആകുന്ന വൻമരത്തെ ആക്രമിക്കാൻ ഒരു വണ്ടിനെയും അനുവദിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു. ഒരു വണ്ട് നമ്മുടെ ശരീരത്തിൽ, അതിൽ നാം എന്ന് പറയുന്ന വൻമരത്തെ കയറി ആക്രമിക്കാൻ തുടങ്ങിയാൽ ക്രമേണ നമ്മൾ ഓജസ്സൊക്കെ നഷ്ടപ്പെട്ട് നശിച്ചു പോകും. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അപ്പോൾ ഹാപ്പി ആയിരിക്കാൻ വേണ്ട അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ വന്ന ഒരു അതിനുശേഷം എല്ലാ എസെൻഷ്യാലിറ്റീസും ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ഹാപ്പി ആവാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ വിഷാദം നമ്മളെ ആക്രമിക്കുക. അത് പറഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ വണ്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയെന്നോണം ചില കാര്യങ്ങൾ നമ്മൾ ഒരു പ്രത്യേക ഒരു തീരുമാനം എടുക്കണം. ഈർച്ചപ്പൊടി വീണ്ടും അറുക്കരുത്. പറഞ്ഞ ഈർച്ചപ്പൊടി വീണ്ടും അറുക്കരുത്. എന്തോ ഈർച്ചപ്പൊടി എന്ന് പറഞ്ഞാൽ ഈർച്ചപ്പൊടി എന്ന് പറഞ്ഞാൽ ഈർച്ചവാൾ എന്ന് പറഞ്ഞാൽ തടി അറക്കുന്ന വാളിനാണ് ഈർച്ച. അപ്പോൾ ഈർച്ചപ്പൊടി എന്ന് പറഞ്ഞാൽ അറപ്പ് പൊടി, തടി അറുത്ത് കിട്ടുമ്പോൾ കിട്ടുന്ന ആ പൊടിയാണ്. പൊടി നമുക്കറിയാം, അതിൻ്റെ ഉപയോഗമൊക്കെ അറിയാം. അത് പലപ്പോഴും നമ്മൾ പാചകത്തിനൊക്കെ ചെയ്യും. ഈ പൊടിയെടുപ്പ് ഇപ്പോൾ ഒന്നും പതിവില്ല എങ്കിൽ പോലും ഉപയോഗിക്കാവുന്നതാണ്. അത് തടിയുടെ പൊടിയാണ്. തടി അറുത്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ഈർച്ചപ്പൊടി വീണ്ടും അറുക്കരുത്. അതൊരാശയമാണ്. ഈർച്ചപ്പൊടി വീണ്ടും അറുക്കരുത്. ഈർച്ചപ്പൊടി വീണ്ടും അറുക്കുക, അതിനെ വീണ്ടും അറുത്താൽ എങ്ങനെയിരിക്കും? ആ പഴയ ചെറിയ അതിനെ വീണ്ടും അറുത്താൽ എന്തായിരിക്കും അവസ്ഥ? അത് കൂടുതൽ മനസ്സിലാവും. അങ്ങനെ ഒരു സാഹചര്യത്തെ പറ്റി ചിന്തിക്കരുത് എന്ന് പറഞ്ഞതിനർത്ഥം ഈർച്ചപ്പൊടി നമ്മളെ സ്വാസ്ഥ്യത്തെ കെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഒരു ദുഃഖാവസ്ഥ, ഏതെങ്കിലും ഒരു ദുഃഖാവസ്ഥയെ പറ്റിയുള്ള ചിന്ത, അതിനെ വീണ്ടും വീണ്ടും അറുക്കരുത്. അത് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കരുത് എന്നാണ്. ഈർച്ചപ്പൊടി വീണ്ടും അറുക്കരുത്. അടിവരയിട്ട് വയ്ക്കുക, കുറിച്ച് വയ്ക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. ഈർച്ചപ്പൊടി വീണ്ടും അറുക്കരുത്. അത് നമ്മുടെ സ്വാസ്ഥ്യത്തെ നമ്മൾ സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ സ്വസ്ഥമായിരിക്കും. നമ്മൾ മനസ്സൊക്കെ ശാന്തമായിരിക്കണം എപ്പോഴും. നമ്മൾ 3 ഡോക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഡോക്ടർ ഡയറ്റ്, ഡോക്ടർ ക്വയറ്റ്, ഡോക്ടർ മെറിമാൻ. അതിൽ മെറിമാൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വന്നത്, അതായത് ഹാപ്പി ആയിരിക്കുക, അതിൻ്റെ എസെൻഷ്യാലിറ്റീസ് പറഞ്ഞു. ആ എസെൻഷ്യാലിറ്റീസിൽ എല്ലാം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളെ ഹാപ്പി ആവാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ വിഷാദങ്ങൾ നമ്മളെ ബാധിക്കുന്നത്. അപ്പോൾ ഈർച്ചപ്പൊടി വീണ്ടും അറുത്താൽ നമ്മുടെ സ്വസ്ഥത നശിക്കും. നമ്മൾ ശാന്തനായിരിക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സിൽ ഈ ടർബുലൻസ്, മനസ്സ് കലുഷിതമാകാൻ പാടില്ല. കലുഷിതമാകാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്ന് ഭവിക്കും ചിലപ്പോൾ. അതൊന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ മനസ്സിനെ ചിട്ടപ്പെടുത്തി വയ്ക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ദിനം ഈർച്ചപ്പൊടി വീണ്ടും അറുക്കരുത്. ഇനി മനസ്സിനെ സ്വസ്ഥമായി വെക്കാൻ പറ്റിയ വേറൊരു സംഗതി കൂടിയുണ്ട്. അതായത് നമ്മളിൽ അസൂയ എന്ന് പറയുന്നൊരു അസുഖം കടന്നുകൂടിയാലും ഈ പ്രശ്നം ഉണ്ടാവും. അസൂയ എന്താണ്? മറ്റുള്ളവർ നന്നാവുമ്പോൾ നമുക്ക് സാധാരണയിൽ സന്തോഷമാണ് വരുന്നത്, സന്തോഷം വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? അസൂയ കടന്നുകൂടും. അസൂയ കടന്നുകൂടിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നമായി.
അപ്പോൾ ഈർച്ചപ്പൊടി ഇറക്കാതിരുന്നാൽ മാത്രം പോരാ, അസൂയ കടന്നുകൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ അസൂയ കടന്നുകൂടാൻ പാടില്ല. അസൂയാലുവായ ഒരാളുടെ ജീവിതത്തെ പറ്റി പറഞ്ഞ വേറെ ചൊല്ലുണ്ട്. എന്താ പറയും, ഒരു പറച്ചിലുണ്ട്. അതായത് വാളിൽ ചുറ്റിയ പാമ്പാണ് അസൂയാലു. വാളിൽ ചുറ്റിയ പാമ്പ്. ഒരു വാളിനകത്ത് നല്ല മൂർച്ചയൊരു വാളിൽ ഒരു പാമ്പ് കയറി ചുറ്റിയതിന് ഈ വാളിങ്ങനെ അനങ്ങി കണ്ടപ്പോൾ പാമ്പിന് തോന്നി എന്നെ ആക്രമിക്കാൻ പറ്റും. അവനെന്തോ കയറി ഒരു ചുറ്റിയപ്പോൾ വാളിലല്ലേ ചുറ്റി. അപ്പോൾ എന്തൊക്കെ എവിടെയോ ഒരു മുറിവ് വന്നു, അതായത് വേദിച്ച് മുറിവ് വന്നു. അപ്പോൾ പാമ്പ് കരുതി എന്നെ ആക്രമിക്കുക, വീണ്ടും ശല്യപ്പെടുത്തുകൊണ്ട് കയറി പിടിമുറുക്കി വരിഞ്ഞു മുറുക്കി വാളിനെ വീണ്ടും മുറിഞ്ഞു. അപ്പോൾ വീണ്ടും വരിഞ്ഞു മുറുക്കി വാളിനെ ആക്രമിക്കാനൊന്നും നൽകി. അവസാനം എന്ത് സംഭവിച്ചു, ഈ പാമ്പ് മുറിവ് വന്ന് അവസാനം എന്ത് ചെയ്തത്, മരിച്ചെത്തുപോയി. അതാണ് അസൂയാലുവിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ മറ്റേ ആളിത് അറിയുന്നേ ഇല്ല, ഇങ്ങനെ ഇവന് അസൂയ ഉണ്ടെന്നും. അവരവരുടെ വഴിക്ക് പോകും, അവരുടെ കാര്യങ്ങളും സന്തോഷങ്ങളുമായിട്ടങ്ങ് പോകും. നമ്മൾ അസൂയപ്പെട്ടിരിക്കുന്നത് നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ, അവനതറിയുന്നില്ല. വാളിതറിയുന്നില്ല, ഇവനെന്തിനാ ചുറ്റിയിരിക്കുന്നത് വാളറിയുന്നില്ല. ഈ ചുറ്റിയ പാമ്പന്തി ഈ മുറിവേറ്റ് സ്വയം ഒടുങ്ങും. അപ്പോൾ അസൂയ നമ്മളിൽ കയറി പിടിവിട്ടാൽ നമ്മുടെ സ്വാസ്ഥ്യം നശിക്കും. അപ്പോൾ സ്വാസ്ഥ്യം പ്രവർത്തിക്കൊണ്ടു പോകാൻ, മനസ്സമാധാനപ്പെടുത്തിക്കൊണ്ടു പോകാൻ ഈ അസൂയ എന്ന് പറയുന്ന രോഗം നമ്മളെ ബാധിക്കരുത്, നമ്മളെ വണ്ട് കയറി ബാധിക്കരുത്, അതുപോലെ അസൂയ നമ്മളെ ബാധിക്കരുത്. എന്നാൽ നമ്മുടെ അവസ്ഥയൊന്ന് ആലോചിച്ച്, പലപ്പോഴും നമ്മുടെ കാര്യങ്ങളല്ല കൂടുതൽ ചർച്ച ചെയ്യുന്നത്. നമുക്കെപ്പോഴും മറ്റുള്ളവൻ്റെ കാര്യം ആലോചിക്കുന്നതിന് താല്പര്യം. ഒരു ശരാശരി ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മളെന്ത് ചെയ്യും, ആദ്യം കറണ്ട് ഓഫീസിലേക്ക് വിളിക്കും, ഫോൺ എടുത്ത് വിളിക്കും. അപ്പോൾ കറണ്ട് ഓഫീസിൽ നിന്ന് മറുപടി, സുഹൃത്തെ കറണ്ട് ഇവിടെയും പോയിരിക്കുക, ഞങ്ങൾ മെഴുകുതി തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അല്പം ആശ്വാസം. അവിടെയും പോയോ, നമുക്ക് കറണ്ട് പോയത് പോട്ട്, അവിടെയും പോയെങ്കിൽ പിന്നെ സമാധാനമുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താണ്, ജനലിൽ നിന്ന് അയൽപ്പക്കത്തേക്ക് നോക്കും, അവിടെയും കറണ്ട് പോയി. അപ്പോൾ പരമാനന്ദമായി. ഇതാണ് കേട്ടില്ലേ, ചാറ്റൽ മഴത്തുള്ളി വീണെൻ്റെ വീട്ടിലെ വൈദ്യുത വിളക്കങ്ങ് കെട്ടു. ചാറ്റൽ മഴത്തുള്ളി വീണെൻ്റെ വീട്ടിലെ വൈദ്യുത വിളക്കങ്ങ് കെട്ടു. വിഷമായില്ലേ? കറണ്ട് ഓഫീസിലെ സാറന്മാർ മെഴുകുതിരി തപ്പുന്നു എന്നറിഞ്ഞപ്പോൾ തെല്ലൊരാശ്വാസം. ഒരു ശരാശരി ഞാനാണ്. കറണ്ട് ഓഫീസിലെ സാറന്മാർ മെഴുകുതിരി തപ്പുന്നു എന്ന് പറഞ്ഞപ്പോൾ തെല്ലൊരാശ്വാസം. അയൽപ്പക്കത്തും കറണ്ടിൽ നിറഞ്ഞപ്പോഴോ പരമാനന്ദം. നമ്മുടെ ദുഃഖമെല്ലാം പോയി. അതാണ് ഒരു ശരാശരി ഞാനിതാണ്. അതുപോലെ എൻ്റെ മകന് അഡ്മിഷൻ കിട്ടിയില്ല, ഒരു LKG അഡ്മിഷൻ കിട്ടിയില്ല. എനിക്ക് ഭയങ്കര ദുഃഖിതരായി. അപ്പോഴാണ് അറിയുന്നത് എന്താണ്, അപ്പുറത്തെ ജോസഫിൻ്റെ മോനും കിട്ടിയില്ല, ഒരു സ്കൂളിലും അവനും അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് സമാധാനം, കുഴപ്പമില്ല, എൻ്റെ മോന് മാത്രമല്ലല്ലോ, അപ്പുറത്തെ ജോസഫിൻ്റെ മോനും അഡ്മിഷൻ കിട്ടിയില്ലല്ലോ, അപ്പോൾ സമാധാനമായി. അതാണ് ഒരു ശരാശരി ഞാൻ. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. മറ്റുള്ളവരുടെ സന്തോഷത്തിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. അപ്പോൾ മനസ്സിന് കുറേ കൂടെ ആശ്വാസം കിട്ടും. ഓർത്തിരിക്കുക, നമ്മൾ 2 കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസത്തിൽ തുടർച്ചയായിട്ട് പറഞ്ഞത്, ഈർച്ചപ്പൊടി വീണ്ടും അറുക്കരുത്. സ്വാസ്ഥ്യത്തിന് വേണ്ടി ഈർച്ചപ്പൊടി വീണ്ടും നമുക്കുണ്ടായ ദുഃഖങ്ങളെ അവിടെ വീണ്ടും അതോർത്ത് നമ്മുടെ മനസ്സിനെ ഉണ്ടാക്കരുത് എന്നർത്ഥം. അടുത്തെന്താ പറഞ്ഞേ, വാളിൽ ചുറ്റിയ പാമ്പാവരുത്. അസൂയാലുവാവരുത്. അസൂയാളായി കഴിഞ്ഞാൽ തീർന്നു, ഇടപാട് തീർന്നു. നമുക്ക് സ്വസ്ഥതയുണ്ടാവില്ല ഒരിക്കലും. നമ്മൾ ജനലിൽ കൂടെ അയൽപ്പക്കത്തെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് സ്വസ്ഥത. നമ്മുടെ കാര്യങ്ങൾ നോക്കി സ്വാർത്ഥനാവണമെന്നല്ല, നമ്മുടെ കാര്യങ്ങൾ നോക്കി മര്യാദയ്ക്ക് മുമ്പോട്ട് പോവുക. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളും വിഷമം വരുന്ന കാര്യങ്ങളൊക്കെ എനിക്കുണ്ടാവും. അപ്പോൾ സന്തോഷം തരുന്ന കാര്യങ്ങളിൽ കൂടുതൽ സന്തോഷിക്കുകയും വിഷമം വരുന്ന കാര്യങ്ങളെ കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക്
കടത്തിവിട്ട് നമുക്ക് എന്താ ഈർച്ചപ്പൊടി വീണ്ടും വീണ്ടും അറക്കാതെ വാളിൽ ചുറ്റുന്ന പാമ്പാവാതെ നമുക്ക് മനസ്സമാനായിട്ട് കഴിയാൻ പറ്റണം. മനസ്സിലല്ലേ? ശത്രുവിനെയും സ്നേഹിക്കാൻ പഠിക്കണം. അപ്പോൾ നമ്മൾ കുറേ സമാധാനമുള്ളവരായി പറഞ്ഞു. സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഒന്നും നേടിയിട്ടൊന്നും കാര്യമില്ല. ബൈബിൾ വചനം പറയുമ്പോൾ എന്ത് നേടിയിട്ടെന്താ കാര്യം? മനസ്സമാനം ഉണ്ടാകണ്ടേ? എന്തുണ്ടായാലും മനസ്സമാനം ഉണ്ടാവണം. ഈ പറഞ്ഞ ചില ക്വാളിറ്റീസ് അത് കുറേയൊക്കെ നമുക്ക് സ്വമേധയ ഉണ്ടാവണ്ട. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ആർജിക്കണം. ഇവിടെ നിന്ന് ആർജിക്കണം. ആ സ്വഭാവം നമ്മൾ ആർജിച്ച് മുന്നോട്ട് പോകണം. അപ്പോഴാണ് നമ്മൾ കുറേ മനസ്സമാധാനമായിരുന്നെങ്കിലേ നമുക്ക് എന്തെങ്കിലും പ്രവൃത്തികൾ ഏർപ്പെടാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഒക്കെ കഴിയുള്ളൂ. അത് നമുക്ക് നമ്മുടെ പ്രവൃത്തി ലോക നന്മയ്ക്കും ഉപകാരപ്രദമാകും. അങ്ങനെയാണെങ്കിൽ ഇല്ലെങ്കിലോ മനസ്സ് കലുഷിതമാണെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം കുഴപ്പമായിരിക്കും. അത് മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കും. നമ്മുടെ മാത്രമല്ല മറ്റുള്ളവരുടെയും സ്വാസ്ഥ്യത്തെ അത് ബാധിക്കും, അത് തകർക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഈർച്ചപ്പൊടി വീണ്ടും അറക്കാതിരിക്കുക, വാളിൽ ചുറ്റി പാമ്പാവാതിരിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. ഹാപ്പി ഡേയ്സ് എഹെഡ്. വരും ദിനങ്ങൾ എല്ലാവർക്കും സന്തോഷപ്രദമാവട്ടെ പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം.